ഈ മാസം മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും കടുത്ത ചൂടിലുരുകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഫെബ്രുവരിക്ക് മുൻപേ പെട്ടെന്ന് അന്തരീക്ഷം വേനൽ ചൂടിലേക്ക് മാറിയതിനാൽ ഈ മാസം കാലാവസ്ഥ കൂടുതൽ പ്രയാസമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. കുറച്ച് ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ വേനൽ തുടങ്ങിയതിന്റെ ഭാവപകർച്ചകൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ തുലാവർഷം വിടവാങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല. ഒരു ഋതുമാറ്റം സംഭവിക്കുമ്പോൾ പരിവർത്തന കാലം എന്നറിയപ്പെടുന്ന ഒരു സമയമുണ്ടാകാറുണ്ട്. അത് വേനലിൽ നിന്ന് മഴക്കാലം വരുമ്പോഴും കാലാവർഷം വിടവാങ്ങുമ്പോഴും ശൈത്യകാലം വരുമ്പോഴുമൊക്കെ ഈ മാറ്റം കാണാനാകും. ഫെബ്രുവരി പോലും ആകും മുമ്പ് പെട്ടെന്ന് തന്നെ അന്തരീക്ഷം വേനൽ ചൂടിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. അന്തരീക്ഷ താപനിലയിൽ വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നതും. കാറ്റിലും മാറ്റം ദൃശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസത്തെ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ള പകൽ എന്ന് പറയാം. ഇതിനിടെ രാത്രി താപനില ജനുവരിയിലേതുമാണ്. കൂടിയ കുറഞ്ഞ താപനിലകൾ തമ്മിൽ 10 ഡിഗ്രിയിൽ കൂടുതൽ വ്യത്യാസം വരുന്ന ഇടങ്ങളിൽ ആളുകൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അസുഖങ്ങളും കൂടുകയാണ്. ഫെബ്രുവരി തുടക്കത്തിൽ തെക്കൻ ജില്ലകളിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട മഴ സാധ്യത ഇപ്പോൾ മുന്നിലുണ്ട്. മാറിമറിയുന്ന അന്തരീക്ഷ സ്ഥിതി കാർഷിക വിളകൾക്കും മനുഷ്യർക്കും പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ വഴി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാക്കില്ല. ചില പ്രദേശങ്ങളിൽ ആകാശം മേഘാവൃതമായിരിക്കുമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. എങ്കിലും പകൽ സമയത്തെ ചൂട് നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ മാസം മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും കടുത്ത ചൂടിൽ കേരളം ഉരുകുമെന്നാണ് പറയപ്പെടുന്നത്. ഫെബ്രുവരിക്ക് മുമ്പേ തന്നെ അന്തരീക്ഷം വേനൽ ചൂടിലേക്ക് മാറിയതുകൊണ്ട് ഈ മാസം കാലാവസ്ഥ കൂടുതൽ പ്രയാസമുണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.